ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3യുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ജേണൽ എൻട്രിയുടെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിന്റെ ജേണൽ എൻട്രി എഴുതാൻ പറയുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 9ഓളം ട്രാൻസാക്ഷൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. ഇത് മിക്ക എല്ലാ ക്വസ്റ്റ്യനും വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ഇത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ തരുമ്പോൾ അതിൽ ഫസ്റ്റ് ഏതൊക്കെ ആസ്പെക്ട്സ് വരുന്നുണ്ടെന്ന് നോക്കണം. നമുക്ക് സാധാരണ 2 ആസ്പെക്ട് വരുന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ ക്യാഷ് ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്യാഷ് ഒരു ആസ്പെക്ട് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ ക്യാഷ് ഇവിടെ എഴുതി. പിന്നെ നമ്മൾ എന്താ, പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന എമൗണ്ടിന്റെ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ. അപ്പൊ അടുത്ത ആസ്പെക്ട് ആണ് എന്ത്, ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ആസ്പെക്ട് ഇവിടെ കിട്ടിയില്ലേ. ഇനി ഇത് നമുക്ക് ഇൻക്രീസ് ആണോ ചെയ്തത്, ഡിക്രീസ് ആണോ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഒരാള് ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിൽ അത്രയും ക്യാഷ് കൂടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇൻക്രീസ് ആണ് ആവുന്നത്. ഓക്കെ, ഇവിടെ ഇൻക്രീസ് ആണ്. ആൻഡ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിലുള്ള ക്യാപിറ്റലും ഇൻക്രീസ് ആവുന്നല്ലേ ചെയ്യുന്നത്. സോ ഇത് രണ്ടും എന്താണ് ആവുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നത്, നമ്മൾ ഫസ്റ്റ് ഒരു 6 കാറ്റഗറി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്യാഷ്. ഓക്കെ, അപ്പൊ അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ ഏത് ബാലൻസ് കൊടുക്കണം എന്നാ പറഞ്ഞ, ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിലായിരുന്നു, അത് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ഇത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എഴുതി നോക്കിയാലോ. നമുക്ക് ജേണൽ എൻട്രി ഇവിടെ എഴുതി നോക്കാം. ഓക്കെ, ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും. നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ഡെബിറ്റ് വരുന്നതാണ് അല്ലേ. അപ്പൊ നമ്മൾ എഴുതാം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh ടു ക്യാപിറ്റൽ 1 lakh. ഇതാണ് നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും പഠിച്ചു വെക്കുക. കാരണം ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആയിരിക്കും മിക്കതിനും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ജേണൽ എൻട്രി അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ആസ്പെക്ട് നോക്കുക, പിന്നെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക, പിന്നെ നമ്മളത് ഏത് കാറ്റഗറിയാണോ നോക്കുക, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ക്യാപിറ്റൽ ആണോ, ഡ്രോയിങ്സ് ആണോ, ഇതൊക്കെ നോക്കുക. എന്നിട്ട് അതിന്റെ ബാലൻസ് ഇട്ട് കൊടുക്കുക. ദെൻ ജേണൽ എൻട്രി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് ടു ഗുഡ്സ് 20,000. നമുക്ക് പർച്ചേസ് വരുമ്പോൾ ഒന്ന് ക്യാഷ് പർച്ചേസ് ഉണ്ടാവാം, ഒന്ന് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവാം. ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് പർച്ചേസ്, നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്യാഷ് പർച്ചേസ് നോക്കാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ക്യാഷ് പർച്ചേസ് നോക്കാം. ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങുന്നു. അപ്പൊ ക്യാഷ് പോകുന്നു, ക്യാഷ് ഡിക്രീസ് ആവുന്നു, ദെൻ ഗുഡ്സ് വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ക്യാഷ് ആണെന്ന് മനസ്സിലായി, പിന്നെ ഗുഡ്സ് ആണ്. ഗുഡ്സിന് നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്നും സെയിൽ ചെയ്യുമ്പോൾ സെയിൽ എന്നാണ് ജേണൽ എൻട്രിയിൽ എഴുതാം. സോ നമ്മൾ ഗുഡ്സ് എന്ന് എഴുതില്ല, പകരം പർച്ചേസ് എന്ന് എഴുതാം. എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസിന് എഴുതാം, സ്റ്റോക്ക് നല്ല എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോഴും സെയിം സെയിൽ എന്നാണ് എഴുതാം, അല്ലാണ്ട് ഗുഡ്സ് എന്ന് എഴുതില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആസ്പെക്ട് ക്യാഷിന് കിട്ടി, രണ്ടാമത്തെ നമുക്ക് പർച്ചേസ് ആണ് രണ്ടാമത്തെ ആസ്പെക്ട്. ഓക്കെ, ഇനി ഇത് ക്യാഷ് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത്രയും ക്യാഷ് കുറയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ആണ്. സോ ഇത് ഡിക്രീസ് ആണ്. അതുപോലെ പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഓക്കെ, ആ എക്സ്പെൻസ് എന്താ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പെൻസ്, നമ്മൾ അത്രയും പൈസ കൊടുക്കണ്ടേ, നമുക്ക് ചെലവല്ലേ. അപ്പൊ ഇത് പർച്ചേസ് കൂടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ജേണൽ എൻട്രി എഴുതിയാലോ. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്യാഷ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. അസറ്റ് അല്ലേ, അസറ്റ് കുറയുമ്പോൾ എന്താ ചെയ്യണ്ടേ, ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റും ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എഴുതിയാലോ.
അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ഫസ്റ്റ് എഴുതണ്ടേ അല്ലെ. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസിനെയാണ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എത്ര? 20,000. ഓക്കെ. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. സോ ടു ക്യാഷ് 20,000. ഇത്രയേ ഉള്ളൂ ജേണൽ എൻട്രി. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ സിമ്പിൾ ആണ്. അപ്പോൾ ആദ്യം ആസ്പെക്ട് നോക്കുക, ഇൻക്രീസും ഡിക്രീസും നോക്കുക, ഏതാ കാറ്റഗറി നോക്കിയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്യാം. ദെൻ ജേണൽ എൻട്രി എഴുതാം. ഓക്കെ. അപ്പൊ നമ്മൾ ക്യാഷ് പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ആസ്പെക്ട് നോക്കുമ്പോൾ ഇത് ക്യാഷ് പർച്ചേസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാഷ് വരില്ല എന്ന് മനസ്സിലായി. ഓക്കെ. പിന്നെ വരുന്നത് ഏതാ? പർച്ചേസ് ആണ്. നമ്മൾ ഗുഡ്സ് എന്ന് എഴുതില്ല എന്ന് പറഞ്ഞു, പർച്ചേസ് എന്നാണ് എഴുതുക. അപ്പൊ ഒരു ആസ്പെക്ട് കിട്ടി അല്ലേ, പർച്ചേസ്. ഇനി അടുത്ത ആസ്പെക്ട് എന്താ? ക്യാഷ് അല്ല നമ്മൾ അവിടെ കൊടുക്കുന്നത്, പക്ഷെ നമുക്കൊരു ലയബിലിറ്റി ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ ഒരു കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത്രയും പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ആ ലയബിലിറ്റി എന്താ? നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരാളാണ് അവിടെ ഉണ്ടാവുന്നത്, ക്രെഡിറ്റർ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ലയബിലിറ്റി ആണ് എന്ത്? ക്രെഡിറ്റർ. ഓക്കെ. അവിടെ അത്രയും ഒരു ഫോം ചെയ്യാണ് ചെയ്യുന്നത്, അത്രയും ക്രെഡിറ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നു. സോ ഇൻക്രീസ് ആണ് ആവുന്നത്, കമ്പനിക്ക് അത്രയും ക്രെഡിറ്റേഴ്സ് അവിടെ ഫോം ആവുന്നുണ്ട്. പർച്ചേസോ? പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസും അവിടെ ഫോം ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതും ഇൻക്രീസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നതിന്റെ കാറ്റഗറി ഏതാ? എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ബാലൻസ് ആ പറഞ്ഞേ? ഡെബിറ്റ് ബാലൻസ്. ഓക്കെ. ദെൻ ക്രെഡിറ്റർ ഇൻക്രീസ് ആകുമ്പോഴോ? ക്രെഡിറ്റർ ആരാ? ലയബിലിറ്റി ആണ്. സോ അത് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ബാലൻസുകൾ കിട്ടി. ഇനി നമുക്ക് നേരെ ജേണൽ എൻട്രി എഴുതാം. ഡെബിറ്റിൽ എന്താ? പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 20,000 ടു ക്യാഷ് ആണോ? അല്ല, ക്രെഡിറ്റർ. സോ ക്രെഡിറ്റർ 20,000. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ഫസ്റ്റ് ആസ്പെക്ട് നോക്കാം, ഏതൊക്കെ രണ്ട് ആസ്പെക്ട് വരുന്നുണ്ടാവും അത് നോക്കാം. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക, ഏത് കാറ്റഗറി ആണോ നോക്കിയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്യുക. ദെൻ ജേണൽ എൻട്രി എഴുതാം. ഇത്രയും സിമ്പിൾ ആണ്. നമ്മൾ കോൺസെപ്റ്റിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ജേണൽ എൻട്രി എഴുതാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു റൂള് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ട്രാൻസാക്ഷൻ തന്നാലും അത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിനി ബാക്കി ട്രാൻസാക്ഷൻസ് നോക്കിയാലോ.